പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം ഏവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 16 നാം ഇപ്രകാരം വായിക്കുന്നു: ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. ലോക ക്രൈസ്തവ ജനത കഷ്ടാനുഭവ ആഴ്ചയുടെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നീണ്ടുനിന്ന 50 നോയമ്പ് അല്ലെങ്കിൽ 40 നോയമ്പ് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തുകയാണ്. ഇന്ന് ലോകമെമ്പാടും ഹോസന്ന ഞായറായി ആചരിച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നു. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, അതായത് തിങ്കളാഴ്ച ദിവസം, പ്രധാനമായും നാം വചനം പഠിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, യേശു ദൈവാലയ ശുദ്ധീകരണം ചെയ്യുന്നു. 2, ഇല തിങ്ങിക്കൂടി ഫലമില്ലാതെ നിന്ന അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്നിട്ടും വിശന്നിട്ട് ഫലം തേടി ചെല്ലുകയും കാണാഞ്ഞിട്ട് ശപിക്കുകയും ചെയ്തു. നമ്മൾ ധാരാളം പ്രാവശ്യങ്ങൾ ഇവ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഈ തിങ്കളാഴ്ച ദിനം ഇതാണ് കഷ്ടാനുഭവ ആഴ്ചയിൽ പ്രധാനമായും യേശുവിൻ്റെ പ്രവർത്തനത്തിൽ നടന്നത്. ഫലം ഇല്ലാത്ത കാലമാണ്. പക്ഷേ യേശു ഫലം തിരഞ്ഞു. യേശുവിനെ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. പ്രിയമുള്ളവരെ, ഒരു യഹൂദനെ, ഒരു വിശ്വാസിയെ റെപ്രസെന്റ് ചെയ്യുന്ന അത്തി, എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് കാലഘട്ടമൊന്നുമില്ല ഫലം കൊടുക്കുവാൻ. കർത്താവ് എപ്പം നോക്കിയാലും നാം ഫലമുള്ളവരാകണം. ഈ അത്തിയെ നോക്കിയാൽ ഇല നിബിഡമാണ്. നമുക്കൊക്കെ ഇലകളെ ഉള്ളൂ, ഫലങ്ങളില്ല. അവരവരെ ഒന്ന് നോക്കിക്കാട്ട്. കുടുംബശ്രേഷ്ഠത, ജോലി, വിദ്യാഭ്യാസം, പേര്, പ്രശസ്തി, സമൂഹത്തില്, സഭയില്, ചുറ്റുപാടില്, ഇങ്ങനെ ധാരാളം ഇലകളാൽ നാം പൊതിയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഫലം ഒന്നുമില്ല. നാം പള്ളിയിൽ മുഖ്യാസനത്തിലാണ്, എല്ലാത്തിനും മുമ്പിലുണ്ട്. പക്ഷേ കർത്താവിന്റെ വരവിങ്കൽ മുൻപിലുണ്ടോ? ഇലയേ ഉള്ളൂ. കർത്താവിന് വേണ്ടത് ഇലയല്ല, ഫലമാണ്. 2ാമത്തെ പ്രത്യേകതയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. യേശു ദൈവാലയത്തിനകത്ത് കയറിയപ്പോൾ കണ്ടത് വലിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഇതാ, വളരെ ക്രയവിക്രയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ യാഗത്തിനും ആരാധനയ്ക്കും പെരുന്നാളിനും വന്നുകൊണ്ടിരിക്കുന്ന ജനതതി, അവർ അവരുടെ പ്രദേശങ്ങളിലെ നാണയങ്ങൾ കൊണ്ടുവരുന്നു. ഇവിടെ അത് ക്രയവിക്രയം ചെയ്യുകയാണ്. ആരാധനയ്ക്ക് യാഗവസ്തുവിനെ മേടിക്കുവാൻ ആ മേശയെല്ലാം യേശു മറിച്ചിട്ടു. പൊൻവാണിഭക്കാരുടെ മേശ മറിച്ചിട്ടു. എന്നിട്ട് ദൈവാലയത്തിൽ കൂടെ
ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ യേശു സമ്മതിച്ചില്ല. ഇതായിരുന്നു ഇന്നത്തെ വാഗ്ദത്ത വചനമായ 16-ാം വാക്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് സഭയായിക്കോട്ടെ ഈ കഷ്ടാനുഭവ ആഴ്ച ആചരിക്കുകയല്ലേ. ഇന്ന് അത് ആചരിച്ചവർ കഴിഞ്ഞ ദിവസം കുരുത്തോലയൊക്കെ കൊണ്ടു നടന്നു. പക്ഷെ ഈ തിങ്കളാഴ്ച യേശു ചെയ്തത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്ന് നോക്കിക്കാട്ട്. നമ്മുടെ ദൈവാലയങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടും കച്ചവടങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. മുഴുവനും വാണിഭശാലയാണ്, കച്ചവട തന്ത്രങ്ങളാണ്, പല പല പദ്ധതികൾ, പ്രോഗ്രാമുകൾ, പരിപാടികൾ, എന്തെല്ലാമാണ്. ശരിക്കും ഈ കഷ്ടാനുഭവ ആഴ്ച ആചരിക്കുന്ന സഭാവിഭാഗങ്ങൾ ഇന്നത്തെ ദിവസമാണ് ശരിക്കും പാലിക്കേണ്ടത്. അത് നമുക്ക് പറ്റുമോ? അത് പറ്റത്തില്ല. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യും. ഇനി നമ്മൾ ഒരിക്കലും പള്ളി കയറാത്തവർ പെസഹായുടെ കുർബാന കൊള്ളാൻ കാത്തിരിക്കുകയാണ്. വലിയ വെള്ളിയാഴ്ച ക്രൂശിക്കാൻ റെഡിയായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ക്രൂശിച്ചിട്ട് പോയതാ. എന്നാൽ യേശു ആ ദൈവാലയത്തിൽ കൂടെ ഒരു സാധനവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. എന്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന എന്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി. ഇനിയും അതിവിടെ നടപ്പില്ല, അതിനെ സമ്മതിക്കുകയില്ല. ആ കള്ളന്മാരുടെ ഗുഹയായ കച്ചവട കേന്ദ്രം, ദേവാലയത്തിനകത്തെ കലാപരിപാടികൾ, സകലവിധ കച്ചവട മേഖലകൾ, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ യേശുവിനെ തച്ചുടച്ചു. മാത്രമല്ല ഒന്നും അതിനകത്ത് കൂടെ കൊണ്ടുപോകുവാൻ സമ്മതിച്ചതും ഇല്ല. നമുക്ക് ആത്മാർത്ഥതയോടെ വചനം കയ്യിലേന്തി നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഞാൻ പോകുന്ന എന്റെ ദൈവാലയം, അത് ഏത് സഭയുടെയും ആയിക്കോട്ടെ, ഇന്ന് കർത്താവ് വന്നാൽ സമ്മതിക്കുമോ സമ്മതിക്കത്തില്ലയോ? കള്ളന്മാരുടെ ഗുഹയെന്ന് നമ്മൾ പുതിയ പുതിയ പേരുകളും പരിഷ്കാരങ്ങളും എന്തെല്ലാം കലാപരിപാടികളും ചെയ്ത് കാഴ്ചയ്ക്ക് മനോഹരമാക്കി വെച്ചിരിക്കുന്ന, പേര് കൊണ്ടും പ്രശസ്തി കൊണ്ടും അലങ്കരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ദൈവാലയത്തെ യേശു വിളിക്കുന്നത് കള്ളന്മാരുടെ ഗുഹ എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടാനുഭവ ആഴ്ച ആദ്യം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ദൈവാലയമാണ്, നമ്മുടെ ആരാധനാലയമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കുടുംബമാണ്. അതേ പ്രിയമുള്ളവരെ, ആചാര അനുഷ്ഠാനങ്ങളാൽ സഭ ഇന്ന് ശക്തിപ്പെട്ടു വരികയാണ്. പക്ഷേ യേശു വരുമ്പോൾ എന്നെയും നിങ്ങളെയും അടിച്ച് പുറത്താക്കും. നമ്മളെ ആ കോമ്പൗണ്ടിൽ കാലുകുത്തിക്കത്തില്ല. കച്ചവട തന്ത്രങ്ങളാൽ വളർന്നിരിക്കുന്നു, പുതിയ പുതിയ കലാപരിപാടികൾ ഇറക്കുന്നു. എന്നാൽ യേശു കടന്നു വരുമ്പോൾ യേശു അതിൽ കൂടെ ഒന്നും കൊണ്ടുപോകുവാൻ സമ്മതിക്കുകയില്ല. പിന്നെ എന്താണ് യേശു സമ്മതിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരെ, യഥാർത്ഥമായി ദൈവസ്നേഹം പുലർത്തുന്നവരെ, ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവരെ മാത്രമേ കർത്താവ് അതിൽ അനുവദിക്കുകയുള്ളൂ. ആ ആള് ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടതാണെന്ന് കർത്താവിന് വിഷയമല്ല, ഏത് കുടുംബത്തിൽ പറഞ്ഞതാണെന്ന് കർത്താവിന് വിഷയമല്ല, ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് കർത്താവിന് വിഷയമല്ല, എത്ര പണം കയ്യിലുണ്ട് എന്നുള്ളത് കർത്താവിന് വിഷയമല്ല. ഇതൊക്കെ നമുക്കാണ് വിഷയം. കർത്താവിന് വിഷയം കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിനെ അനുസരിക്കുന്ന, വചനം പാലിക്കുന്ന ദൈവ പൈതലിനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ജീവജലത്തിന് അവസാനം കുറിക്കട്ടെ. എന്റെ ജീവിതത്തിൽ, എന്റെ ഭവനത്തിൽ, എന്റെ ദൈവാലയത്തിൽ, അതെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് പുറകിൽ ഇന്നെന്ന പോലൊരു തിങ്കളാഴ്ച ദിവസം യെരൂശലേം ദേവാലയത്തിൽ കടന്നു ചെന്ന യേശു എന്നിലേക്ക്, എന്റെ ഭവനത്തിലേക്ക്, എന്റെ ദൈവാലയത്തിലേക്ക് വന്നാൽ
എന്താണ് വിളിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരാൻ സമ്മതിക്കുമോ സമ്മതിക്കുകയില്ലയോ? ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ രത്നച്ചുരുക്കം അത് മാത്രമാണ്. യേശു ഒന്നും ആ ദൈവാലയത്തിൽ കൂടെ കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. യേശു ഇന്ന് എന്റെ ജീവിതത്തിൽ എത്തി നോക്കിയാൽ, എന്റെ ഭവനത്തിൽ, എന്റെ ദൈവാലയത്തിൽ, എന്റെ ആരാധനാ സ്ഥലത്ത്, അത് ആചരിക്കുന്നവരായിക്കോട്ടെ, ആചരിക്കാത്ത വിശ്വാസ പ്രമാണങ്ങൾ ഉറക്കെ ഉറക്കെ പറയുന്ന, ഞങ്ങൾ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൈ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആധുനിക വിശ്വാസ പ്രമാണത്തിന്റെ രചയിതാക്കൾ എന്ന് പറയുന്നവരുമായിക്കൊള്ളട്ടെ, യേശു നമ്മുടെ ആരാധനാ സ്ഥലത്ത് വന്നാൽ ഇന്ന് നടക്കുന്നത് തുടരുവാൻ സമ്മതിക്കുമോ അതോ നമ്മെ അടിച്ച് പുറത്താക്കുമോ? ഈ ചോദ്യത്തിന് ഇന്ന് നാം എല്ലാവരും ഉത്തരം കണ്ടെത്തണം. നാമധേയ ക്രിസ്ത്യാനികളായി പാരമ്പര്യം പറഞ്ഞ് ആചാര അനുഷ്ഠാനങ്ങളുടെ മറവിൽ എല്ലാ വർഷവും ഇതൊക്കെ ആവർത്തിക്കുന്നത് ഇനിയുമെങ്കിലും അവസാനിപ്പിച്ച് യഥാർത്ഥമായി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, ജീവിതത്തിൽ സ്വീകരിക്കണം, തലമുറയ്ക്ക് കൊടുക്കണം. നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നശിക്കാത്തതും നിലനിൽക്കുന്നതും നിത്യതയിൽ എത്തിക്കുന്നതും ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ, യേശുവിൽ കൂടെയുള്ള രക്ഷ മാത്രമേ ഉള്ളൂ എന്ന് അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാപരിപാടിയും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ചിന്തകൾക്കത് ഏൽക്കുന്നില്ല. കാരണം നമ്മൾ ആ അന്ധതയിൽ പോവുകയാ. ഇന്നത്തെ തലമുറ ബുദ്ധിയുള്ളവരാ, ചിന്തിക്കുന്നവരാ, വിവേചനമുള്ളവരാ. അവർ നമ്മൾ പറയുന്നതും നമ്മുടെ പാരമ്പര്യവും അനുസരിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ നമ്മുടെ ദൈവാലയത്തിൽ കയറാത്തത്. അപ്പനും അമ്മയും സഭയുടെ മുൻ സ്ഥാനങ്ങളിലിരിക്കും, പക്ഷേ മകനും മകളും പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, കൂട്ടായ്മയ്ക്ക് വരുന്നില്ല, വേദപുസ്തകം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എന്താ കാര്യം? നമ്മൾ കാണിക്കുന്നത് അവർക്ക് മാതൃകയല്ല. അതുകൊണ്ട് നാം അത് തിരുത്തുക, വചനമനുസരിക്കുക. നമുക്ക് ധൈര്യത്തോടെ ഇന്ന് പറയാം, യേശുവിന്റെ ജീവിതത്തിൽ, യേശുവിന്റെ ഭവനത്തിൽ, യേശുവിന്റെ സഭയിൽ വന്നാൽ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അത് നിർബാധം തുടരുവാൻ ഒരു തടസ്സവുമില്ലാതെ യേശു സന്തോഷത്തോടെ കൈക്കൊള്ളും. അല്ലാതെ 2000 വർഷങ്ങൾക്ക് പുറകിൽ ജെറുസലേം ദേവാലയത്തിൽ യേശു ശാസിച്ച് മേശ മറിച്ചിട്ട് അവരെ ശകാരിച്ച് അതിനകത്തിൽ കൂടെ ഒന്നും കൊണ്ടുപോകുവാൻ സമ്മതിക്കാത്തതുപോലെ എന്റെ ജീവിതത്തിൽ, എന്റെ സഭയിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളും ഉറപ്പുവരുത്തി പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന, വചനമനുശാസിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായി അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മ കണ്ണുകളെ തുറക്കട്ടെ, ബുദ്ധിമണ്ഡലങ്ങളെ വിശാലമാക്കട്ടെ. വചന സത്യം ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, 2000 വർഷങ്ങൾക്ക് പുറകിലായി ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന യേശു അവിടെ അന്ന് നിലനിന്ന സകലവും തകർത്തെറിഞ്ഞ് ദൈവാലയത്തിനകത്തിൽ കൂടെ ഒരു സാധനവും കൊണ്ടുപോകാതെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും മാത്രമായി അത് വേർതിരിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വന്നാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് മുമ്പാകെ വ്യക്തമായ ഉത്തരം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളിലും
ആത്മീയ പാരമ്പര്യങ്ങളും പറഞ്ഞ് അവകാശവാദങ്ങളും പറഞ്ഞ് മുൻപോട്ട് പോകുന്നതല്ലാതെ യേശു ചെയ്തത് എന്താണെന്ന് വ്യക്തമായി പഠിക്കുവാൻ ശ്രമിക്കാതെ പലതിന്റെയും പിന്നാലെ ഓടുന്നത് നിർത്തുവാൻ, വചനമനുസരിപ്പാൻ, കർത്താവിന്റെ ചോദ്യത്തിന് മുമ്പാകെ, പ്രവൃത്തിക്ക് മുമ്പാകെ ഒരുവിധത്തിലും നമ്മുടെ ശിരസ്കരായി നിൽക്കാതെ ധൈര്യത്തോടും സന്തോഷത്തോടും നിൽപ്പാൻ ഇന്ന് വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവവചനം കേട്ട എല്ലാ നിന്റെ മക്കൾക്കായും സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ വചനം പാലിക്കാതെ, വചനമനുസരിക്കാതെ എത്ര പാരമ്പര്യം പുലർത്തിയാലും, എത്ര ആത്മീയ പശ്ചാത്തലം പറഞ്ഞാലും കർത്താവ് ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്നും, കർത്താവ് ഇതൊന്നും സമ്മതിക്കുന്നില്ല എന്നും വചനത്തിൽ കൂടെ കാണുവാൻ ഞങ്ങളെ എവിടെ ഇടയാക്കണം. അവിടുത്തെ ദൈവകൃപയാൽ ഞങ്ങളെ പൊതിയണം, രക്തക്കോട്ടക്കുള്ളിൽ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും വർഷങ്ങളായി, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചു പോകുന്നു. ഇതിനകത്തിൽ സഭയ്ക്ക് പ്രയോജനം വരുന്നതും റവന്യൂ വരുന്നതും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നു. പക്ഷേ സഭയ്ക്ക് തട്ടുകേട് വരുന്നത് നമ്മൾ മിണ്ടുകയില്ല, സുഖേന മറന്നു കളയും. പക്ഷേ കർത്താവ് അതാണ് നോക്കുന്നത്. ഇന്ന് കർത്താവ് നമ്മുടെ സഭയിലില്ല. അതാണ് അതിന്റെ കാരണം. ക്രിസ്തുരഹിത സഭകളായി സഭയുടെ നാഥനായ ക്രിസ്തു ഇന്ന് പുറത്തായിരിക്കുന്നു. അതുകൊണ്ട് സകല കച്ചവടങ്ങളും കമ്മട്ടങ്ങളും സഭയ്ക്കുള്ളിൽ നടക്കുന്നു. തന്മൂലം അടുത്ത തലമുറ സഭയിൽ നിന്നും അന്യപ്പെട്ടിരിക്കുന്നു. ഈ തലമുറ സഭ കൈയടക്കി വെച്ചിരിക്കുന്നു, വ്യാപാര കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. മാറാം, കാലം അതിന്റെ അന്ത്യത്തിലെത്തി. പ്രകൃതി അന്ത്യം വിളിച്ചു കൂവുന്നു. ജീവജാലങ്ങൾ അന്ത്യകാലം ഓതി നൽകുന്നു. ഇപ്പോഴും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വിവേകമുള്ള മനുഷ്യൻ മാത്രം മാറ്റത്തിന് തയ്യാറാകുന്നില്ല. ഈ ദിനങ്ങൾ നമുക്കൊരു മാറ്റത്തിന്, തിരിച്ചുവരവിന്, മാനസാന്തരത്തിന് ഇടയാകുന്ന ദിനങ്ങളാവട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളങ്ങി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.